ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ മത്സരാർത്ഥിയായി എത്തിയതിനു ശേഷമാണ് അവതാരകനും ഡാൻസറുമായ ഡിജെ സിബിനെ പ്രേക്ഷകർ കൂടുതൽ അടുത്തറിയാവുന്നത്. ഇപ്പോൾ താരം ആര്യ ബെഡയായുമുള്ള വിവാഹത്തിന് ഒരുക്കത്തിലാണ്. വൈകാതെ തന്നെ വിവാഹം ഉണ്ടാകും. വിവാഹമോചിതനും ഒരു ആൺകുട്ടിയുടെ പിതാവുമായ സിബിന് എതിരെ ഗുരുതര ആരോപണങ്ങളാണ് അടുത്തിടെ മുൻ ഭാര്യ ഉന്നയിച്ചത്. സ്വന്തം മകനെ തിരിഞ്ഞു നോക്കാനാവാത്ത പിതാവെന്ന ടാഗാണ് മുൻ ഭാര്യ ചിഞ്ചുവിന്റെ അഭിമുഖങ്ങൾ പുറത്തു വന്നതിന് ശേഷം സിബിനുള്ളത്. ഇപ്പോഴുള്ള അത്തരം ഒരു ആരോപണം തനിക്കെതിരെ മനഃപൂർവ്വം മുൻ പങ്കാളി സൃഷ്ടിച്ചതാണെന്ന് ഒറിജിനൽ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സിബിൻ പറഞ്ഞു. മകനെ കാണാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സിബിൻ പറയുന്നു. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മകൻ റയാൻ തന്നെയാണ്. അവന് വേണ്ടി എന്തും ചെയ്യും. ഞാൻ കേൾക്കുന്ന ഒരു ആക്ഷേപം സ്വന്തം മകനെ തിരിഞ്ഞു നോക്കാത്തവൻ എന്നതാണ്. മോന് 2 വയസ്സ് കഴിഞ്ഞ ദിവസമാണ് എൻ്റെ അടുത്ത് നിന്ന് അവർ കൊണ്ടുപോകുന്നത്. ബാംഗ്ലൂരിലായിരുന്നു മകൻ. പറ്റുമ്പോഴെല്ലാം കാണാൻ ഞാൻ പോകുമായിരുന്നു. അന്ന് സാമ്പത്തിക ശേഷി പോലും എനിക്ക് വലുതായില്ലാത്ത സമയമാണ്. പിന്നീട് മുൻ ഭാര്യയുമായുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടായി. അതോടെ മോൻ എന്നെ കാണാതിരിക്കുന്ന സാഹചര്യം വന്നു തുടങ്ങി. ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആധികാരികത വരണമെങ്കിൽ പേഴ്സണൽ ചാറ്റുകളും കേസുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിക്കേണ്ടി വരും. ഞാൻ കൂട്ടുകാരുമായി സംസാരിച്ച കോൾ റെക്കോർഡുകൾ, ഞാനും മുൻ ഭാര്യയും സംസാരിച്ച കോൾ റെക്കോർഡുകൾ എല്ലാം അവൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നീട് അത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ പുറത്തുവിട്ടു. കോവിഡ് ശക്തമാകുന്നതിന് മുമ്പുള്ള മാർച്ച് മാസം വരെ എല്ലാ മാസവും മകന് വേണ്ടി ഞാൻ 25,000 മാസം അയച്ചു കൊടുക്കുമായിരുന്നു. അവരുടെ ഫ്ലാറ്റ് കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് ഞാൻ മോനെ കണ്ടിരുന്നത്. ആ വീട്ടിൽ പോയി അവിടെ ഇരുന്ന് മോനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ സാഹചര്യം ഇല്ലായിരുന്നു. മോൻ്റെ കൺസോൺഷിപ്പിന് വേണ്ടി കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ഞാനാണ്. അതുപോലെ മുൻ ഭാര്യ പറയുന്നു അവർക്ക് ഞാൻ ഡിവോഴ്സ് കൊടുക്കില്ലെന്ന്. പക്ഷേ 2021 ഡിവോഴ്സ് പെറ്റീഷൻ ആദ്യം ഫയൽ ചെയ്ത ആളാണ് ഞാൻ. മോനെ കാണണമെന്ന് ആവശ്യപ്പെട്ട പുള്ളിക്കാരിക്ക് ഞാൻ ദിവസവും നിരവധി മെസ്സേജ് അയക്കും, വിളിക്കും. പക്ഷേ പുള്ളിക്കാരി ഫോൺ എടുക്കില്ല. പക്ഷേ കാശ് വരാൻ വൈകിയാൽ പുള്ളിക്കാരി വിളിക്കും. യൂട്യൂബിൽ കമന്റ് ഇടും. ഞാൻ കുറച്ച് മാസം മുമ്പ് മോനെ പോയി കണ്ടിരുന്നു. അടുത്ത നിമിഷം അവിടെ നടന്നതും ഞാനും മോനും സംസാരിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ വേറൊരാൾ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് പറയുന്നത് ഞാൻ കണ്ടു. അയാൾ എന്നെ അവിടെ നിന്ന് നടന്ന കാര്യങ്ങൾ എങ്ങനെ അറിഞ്ഞു? എൻ്റെ ഇമേജ് നശിപ്പിക്കണം എന്നതാണോ പുള്ളിക്കാരിയുടെ ഉദ്ദേശം എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കാശ് കൃത്യമായി ചെന്നില്ലെങ്കിൽ വിളിക്കും. അല്ലാതെ മോനെ വീഡിയോ കോൾ ചെയ്യാമെന്ന് പറഞ്ഞൊന്നും പ്രതികരിക്കില്ല. കേസിന് പുള്ളിക്കാരി ഹാജരാകില്ല. പിന്നെ ലോകത്തില്ലാത്ത സെറ്റിൽമെന്റ് ചോദിച്ച് ഡിവോഴ്സ് കൊടുക്കാൻ പറ്റുമോ? ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഡിവോഴ്സായി. ഈ സെറ്റിൽമെന്റ് കഴിഞ്ഞ ശേഷമാണ് അടുത്തിടെ മോനെ ഞാൻ നോക്കുന്നില്ലെന്ന് പറഞ്ഞ് പുള്ളിക്കാരി എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. മോൻ്റെ സ്കൂൾ, ചികിത്സ എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും എന്നോട് അവർ പറയാൻ തയ്യാറല്ല. പുള്ളിക്കാരിയുടെ എക്സ്പെക്റ്റേഷൻ പറ്റിയ ഭർത്താവല്ല ഞാൻ. അല്ലാതെ എനിക്ക് കുറ്റങ്ങളോ കുറവോ ഇല്ല. പലപ്പോഴും മോനെ കാണാൻ പറ്റാതെ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച പോലല്ല ലൈഫ്. ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ദൈവം ആഗ്രഹിച്ചതുപോലെയല്ല എൻ്റെ ലൈഫ്. വിവാഹം കഴിഞ്ഞ് നല്ലൊരു കുടുംബവുമായി ജീവിക്കണം എന്നായിരുന്നു സ്കൂൾ കാലം മുതലേ എൻ്റെ സ്വപ്നം. 23 വയസ്സിലായിരുന്നു വിവാഹം. മുൻ ഭാര്യ എനിക്കൊപ്പമായിരുന്ന സമയത്ത് വീട്ടിൽ മേശയിൽ ഗ്ലാസ് പൊട്ടി എൻ്റെ കൈ മുറിഞ്ഞു. അന്ന് നിലത്ത് വീണ് ചോരയുടെ ഫോട്ടോ പുള്ളിക്കാരി എടുത്തു വച്ചിരുന്നു. പിന്നീട് ഞാൻ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം ആ ഫോട്ടോ പുള്ളിക്കാരി ഞാൻ അവരെ കുത്തി എന്ന രീതിയിലാക്കി പ്രചരിപ്പിച്ചു എന്ന് സിബിൻ പറഞ്ഞു.